ഇതാണ് നമ്മുടെ ബിന്ദു ചേച്ചി. ബിന്ദു എന്നാണ് പേര്. ആർട്ടിസ്റ്റും ബാങ്ക് ജീവനക്കാരിയും കൂടിയാണ്. നമസ്കാരം. അയ്യോ, വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, ഒരു ചെറിയൊരാൾ. ആ, അപ്പോൾ ഇവിടുന്ന് എൻ്റെ സ്ഥലത്ത് നിന്ന് ഒരു 5-10 മിനിറ്റ് നടക്കണം ഇങ്ങോട്ട്. ഇത് ചേച്ചി റെന്റിനാണ്. ഈ 10 മിനിറ്റിന് വേണ്ടി ഞാൻ 10 തവണയെങ്കിലും വിളിച്ചു കാണും. ചേച്ചി ഇന്നലെയൊക്കെ ഇവിടെ തന്നെ ചീത്ത പറയാൻ തുടങ്ങി ലാസ്റ്റ്. അതെ. അതായത് എന്താണ് നമ്മുടെ കൂടെ ഒന്നും ബ്ലോഗ് ചെയ്യില്ലേ? അങ്ങനെയല്ല, എനിക്കിപ്പോൾ ചെറിയ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത്രയും വ്യൂവേഴ്സ് ഉള്ള ഈ ഒരു കടുമേനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും ഇത്രയും വ്യൂവേഴ്സ് ഉള്ള ഒരു സാധാരണക്കാരിലൊരു സാധാരണക്കാരൻ ഇത്രയും ഫേമസ് ആയി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഒന്നിച്ചൊരു വീഡിയോ എടുക്കാൻ വേണ്ടി. അതാണ് ഞാൻ എപ്പോഴും വിളിക്കുന്നുണ്ടായത്, ഒന്നിച്ച് പിന്നെ വീഡിയോസ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. പോകുന്ന വഴിക്ക് ചേച്ചിയുടെ അടുത്ത് വന്ന് കയറിയിട്ട് ചേച്ചിനൊന്ന് കാപ്പി ആക്കിയിട്ട് സന്തോഷമായി എന്തായാലും. അപ്പം ചേച്ചി എന്തോ ഫിലിമിലൊക്കെ അവരൊക്കെ പറഞ്ഞു, പ്രേക്ഷകരോട് പറ. ഫിലിമിലൊക്കെ നല്ല വിജയിച്ചൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയിട്ടില്ല. ഞാൻ ദേവൻ സാറിൻ്റെ കൂടെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ റിലീസായിട്ടില്ല. സി മജിദ് നായരുടെ കൂടെ കടലോരക്കാറ്റ് അതും റിലീസായിട്ടില്ല. അഭയം ഫെസ്റ്റീവ് ഫിലിം അത് കൊറോണയുടെ സമയത്ത് OTT റിലീസായിരുന്നു. അതുപോലെ ഏലി അമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസ് അത് KPSC മാഡത്തിൻ്റെ കൂടെയാണ്, KPSC ലളിത മാഡത്തിൻ്റെ കൂടെയാണ്. അത് റിലീസായതാണ്, തെക്കൻ ജില്ലകളിൽ മാത്രമാണ്. അതൊരു അവാർഡ് ഫിലിമായിരുന്നു. അത് അങ്ങനെ അതും വിജയിച്ചിട്ടില്ല. പിന്നെ പൊതിച്ചോർ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം, അലമ്പൻസ്, പിന്നെ മഞ്ഞം പതിക്കുന്ന വെബ് സീരീസ്, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൊസ്ര പുള്ളികൾ പയ്യന്നൂർ പിന്നെ ഷൂട്ട് ചെയ്ത ഫിലിം അത് റിലീസായ ബിഗ് മൂവി തന്നെയാണ്. പക്ഷേ വിജയിച്ചിട്ടില്ല. റിലീസായതാണ്. പക്ഷെ അത് വിജയിക്കാത്തത് കൊണ്ട് അങ്ങനെ കുറച്ച് പേർക്കൊക്കെ അറിയാം. പിന്നെ അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു സിനിമാ നടി എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. പിന്നെ അന്ന് അഭിനയിക്കാൻ പറ്റി. ബിഗ് മൂവി വലിയൊരു ടീമിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവരുടെയും ആഗ്രഹമല്ലേ സിനിമയിൽ അഭിനയിക്കാൻ എന്നുള്ളത്. പിന്നെ കൊറോണ കാലമായി മകളാണ്, 6 വയസ്സുള്ള മകളാണ്. പിന്നെ ജോലിയുടെ തിരക്ക്, സാധാരണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ തിരക്കൊക്കെ ആയി. ഇപ്പം വീണ്ടും അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവസരങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഇനിയിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഒരു അഭിനയമോഖിയാണ്. പിന്നെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട്. 2 ഉണ്ട് ഫേസ്ബുക്ക്. 2 ഫേസ്ബുക്കും ഉണ്ടല്ലേ? ഒന്ന് ബിന്ദുമോൾ റെനീഷ് സാധാരണ ഫേസ്ബുക്ക്, ബിന്ദു റെനീഷ് പേജ്. ഹിന്ദി പാട്ടുകൾ കൂടുതൽ ചെയ്യുന്നു, വീഡിയോസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. രഘു എപ്പോഴും പറയാറില്ലേ? എപ്പോ വിളിക്കും, അപ്പൊ ഇങ്ങനെ സംസാരിക്കും. പിന്നെ അമ്പലപ്പുഴക്കാരിയാണ്. അതെ, അമ്പലപ്പുഴയാണ് സ്വദേശം. അമ്മ ടീച്ചർ ജോലി കിട്ടിയാണ് കാസർഗോഡ് ജില്ലയിലെത്തിയത്. പിന്നെ കണ്ണൂരുകാരനെയാണ് കല്യാണം കഴിച്ചത്. കണ്ണൂരുകാരനെ, അതാണ് ട്വിസ്റ്റ് അതാണ്. കണ്ണൂരുകാരനെ കല്യാണം കഴിച്ചു. അതെ അമ്പലപ്പുഴക്കാരി കല്യാണം കഴിച്ചു. ഒരു മകളുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതിപ്പോ ജോലിയുടെ സൗകര്യാർത്ഥം ഇവിടെ വാടകയ്ക്ക് താമസിക്കുവാണ്. ഇനി ഒരു സ്വന്തമായിട്ട് പിന്നെ ഒരു വീടൊക്കെ കെട്ടണം. പിന്നെ വീട് കെട്ടണം. പിന്നെ ഒരു കല്യാണം കഴിക്കുന്നില്ലേ? അയ്യോ, അതാണ് ചോദ്യം. നമ്മൾക്ക് നമ്മുടെ വീട്ടില് വീടും ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരാൾ നമ്മുടെ എന്താ പറയണ്ടേ, ഒതുങ്ങിയ ആരാധകർ കാണുമല്ലോ. അങ്ങനെ ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ടല്ല കാര്യം. എനിക്കിന്നും തലമെരിക്കും ഇങ്ങനെ ആലോചിക്കുന്നു. ഞാൻ 4 മുതൽ എവിടെ ഇരുന്ന് എനിക്കിന്നിപ്പം ഇങ്ങനെ ഇത്രയും പേര് നമ്മളോട് മെസ്സേജ് ഇടാനും നമുക്ക് ഇങ്ങനെ പറയാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. അതിൽ ഭയങ്കര സന്തോഷം. പിന്നെ രഘുവിന്റെ വ്യൂവേഴ്സിനെ കണ്ടിട്ടുണ്ട്. എത്രയോ ഫേമസ് ആയിട്ടുള്ള സിനിമയിലുള്ളവർ വരെയൊക്കെയാണ് വ്യൂവേഴ്സ്. നമ്മൾ സിനിമയിൽ അഭിനയിച്ചിട്ടും നമുക്ക് അത്ര ഫോളോവേഴ്സും വ്യൂവേഴ്സൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് രഘുവിനെ വിളിച്ചത്. ഒന്ന് കൊലാബറേഷൻ ചെയ്ത് നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുക. ഇനി പാട്ടിനെക്കാട്ടും കൂടുതൽ വീഡിയോസ് ചെയ്യണം തന്നെയാണ് ആഗ്രഹം. വീഡിയോസ് ബ്ലോഗിലേക്ക് തിരിയണം. ബ്ലോഗ് ചെയ്യണം. ചേച്ചിമാർ ഇഷ്ടംപോലെ ചേച്ചിമാർ ബ്ലോഗിലോട്ട് തിരിയുന്നുണ്ട്. അതായത് കുക്കിംഗ് ഒക്കെ ആണ്. കുക്കിംഗ് നമ്മൾ എടുക്കുക. എനിക്ക് കുക്കിങ്ങിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം അഭിനയം ഇടുക, അഭിനയിച്ചിട്ട് ഇടുക. അതിന്
സാഹചര്യം ഒത്തുവന്നില്ലായിരുന്നു. ഇനി ചെയ്യണം. ഇപ്പം സുക്കറണ്ണൻ ഡോളേഴ്സൊക്കെ തരാൻ തുടങ്ങിയിട്ടുണ്ട്. ശുക്രനെ ഫേസ്ബുക്കിലെ സുക്കറണ്ണനെ. അപ്പൊ അതുവരെ പക്ഷെ എന്താ മിസ്റ്റേക്ക് വന്നെന്ന് പറഞ്ഞു. അത് പേജിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു. പേജിൻ്റെ ഞാൻ ബിസിനസ് എന്നാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. എന്നാലും രണ്ടിലൊരെണ്ണം കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ഒരെണ്ണം ആവേണ്ട ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്നാലും എല്ലാവരും രഘുവിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെയും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടും കൂടെ കൊടുക്കുക. നമ്മൾ 5 മിനിറ്റിലോളം ടൈമായി. അപ്പം ഈ എന്തായാലും ചേച്ചിയുടെ ഹാപ്പി ആക്കാൻ വേണ്ടി ഞാൻ ഓടി വന്നാണ്. അപ്പൊ ചേച്ചി എനിക്ക് അപ്പം രഘുവിൻ്റെ വീഡിയോയും എല്ലാവരും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുക. സ്റ്റാറുകൾ അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സന്തോഷമായില്ലേ? ഇനിയിപ്പോ ഒരുപാട് നന്ദിയുണ്ട്. വന്നു. എല്ലാവർക്കും നമസ്കാരം. ബൈ. ഞങ്ങൾ ഇവിടുത്തെ വിട പറയാം. ഞാൻ പോവാണ്.